പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വലിയ തരത്തിൽ മിടിക്കാറുണ്ടോ? പൊതുവേദിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരമാസകലം വിറയൽ അനുഭവപ്പെടാറുണ്ടോ? പൊതുവേദിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയ്ക്കകത്ത് വാക്കുകൾ കുരുങ്ങിക്കിടക്കാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. പൊതുവേദി ഭയം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ദുർബലതയല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ സംരക്ഷണ സംവിധാനം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലോകത്ത് പ്രശസ്തരായിട്ടുള്ള പ്രഭാഷകരെല്ലാം ഭയപ്പെട്ടവരായിരുന്നു. പൊതുവേദി ഭയം എന്നുള്ളത് അതെല്ലാവർക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ തെറ്റിപ്പോയാൽ, അവർ ചിരിച്ചാൽ, വാക്കുകൾ ഞാൻ മറന്നുപോയാൽ, ഈ ചോദ്യങ്ങളാണ് നമ്മളെ തടയുന്നത്. ശരിയല്ലേ? ഇതിന് ക്രിയാത്മകമായി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. അതായത് പ്രാക്ടീസ് ഈക്വൽ ടു കോൺഫിഡൻസ്. നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് കൂടി വരും. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറിപ്പ് എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ആ കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം ഒരുപാട് തവണ കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ പറഞ്ഞ് പരിശീലിക്കുക. എത്രത്തോളം നമ്മൾ പറഞ്ഞ് പരിശീലിക്കുന്നുവോ, പ്രാക്ടീസ് ചെയ്യുന്നുവോ, അത്രത്തോളം നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം നമുക്ക് പോയി കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മൾ വലിയ വേദികളിലേക്ക് പോകരുത്. ആദ്യം ചെറിയ വേദികൾ, അതായത് കുടുംബശ്രീ യോഗം, PTA മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ ഉദ്ഘാടനം, അതുപോലെയുള്ള ചെറിയ ചെറിയ വേദികൾ. ആദ്യം 5 പേരുടെ മുമ്പിൽ, പിന്നീട് 10 പേരുടെ മുമ്പിൽ, പിന്നീട് 20 പേരുടെ മുമ്പിൽ, പിന്നീട് 50 പേരുടെ മുന്നിൽ, പിന്നീട് 100 പേരുടെ മുന്നിൽ. അങ്ങനെയുള്ള ചെറിയ ചെറിയ വേദികളിലൂടെയാണ് നമ്മൾ വലിയ വേദികൾ കണ്ടെത്തേണ്ടത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുക. അതായത് വേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് 5-6 പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിങ്, ശ്വാസം എടുത്തുകൊണ്ട് അത് കുറച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമെടുത്തുകൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട്, അങ്ങനെ നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുകയാണെങ്കിൽ, ഡീപ്പ് ബ്രീത്തിങ് പരിശീലിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാകുകയും അതോടൊപ്പം നമ്മുടെ ഭയം കുറയുകയും ചെയ്യും. ഞാനൊരു സത്യം പറയട്ടെ. അതായത് നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരെല്ലാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആണെങ്കിലും മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണെങ്കിലും, അവരെല്ലാം ആദ്യമായി സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ അവരൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാരായിരുന്നു. അവർക്കും നമ്മെപ്പോലെ പേടിയുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. പക്ഷേ ആ ഭയത്തെ അവഗണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവർ പ്രസംഗിക്കാൻ തയ്യാറായപ്പോഴാണ് അവരുടെ പേടി മാറിയത്. അതുകൊണ്ട് പൊതുവേദി ഭയം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ദുർബലതയായി കാണരുത്. നമ്മൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും. ആദ്യമായി നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുപറ്റാതെ ഒരിക്കലും നമുക്ക് ശരിയാക്കാൻ പറ്റുകയില്ല എന്നതാണ് സത്യം. അപ്പോൾ ചെറിയ ചെറിയ വേദികളിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വലിയ വലിയ വേദികൾ കിട്ടിക്കൊണ്ട് നമുക്ക് നല്ല ഒരു പ്രഭാഷകരായി മാറാൻ സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒന്നാമത്തത് പ്രാക്ടീസ്, നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയുടെ മുമ്പിലൊക്കെ വെച്ചുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം നിയന്ത്രിക്കുക. ശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത്.
തെറ്റ് പറ്റിയാൽ നമ്മളത് തിരുത്താൻ പോകണ്ട, തെറ്റുമായി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ തെറ്റ് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് പിന്നീട് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പ്രഭാഷകനായി മാറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.